ഗൈസ് നമ്മളിതാ കൂട്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ കോർലൈനിലേക്കുള്ള ട്രിപ്പാണ് കേട്ടോ. അപ്പം വണ്ടി ഇപ്പോൾ പിക്ക് ചെയ്യാൻ വരും. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായി. 9 മണിക്ക് പിക്കപ്പിന് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റൂം കൂട്ടിയിട്ട് നേരെ ഇറങ്ങാൻ പോവുകയാണ്. ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ വല്ലാണ്ട് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഇനി ഒരു പെയർ ഓഫ് ഡ്രസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് നേരെ വാനിലേക്ക് പോകാം കേട്ടോ. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ കീ ഇവിടെ കൊടുക്കണം, റിസപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ റിസപ്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വാന് കണ്ടുപിടിക്കാം. അതായത് നമ്മളെ വണ്ടി വന്നതാണ്. ഇതാണ് നമ്മുടെ വാൻ. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം അവർക്ക്. ഫോട്ടോ യാ അപ്പോൾ ഇതാണ് നമ്മുടെ വാനിനകത്തോട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറിയിരിക്കാം. ഹലോ ഹാബ് ഹലോ ഹാബ് വണ്ടീൻ്റെ അകത്തെത്തി. ഇനി നമ്മൾ ഈ വാനിലായിരിക്കും പോകുന്നുണ്ടാവുക കോറൽ ഐലൻഡിലേക്ക് അല്ലേ. പോകുന്ന വഴി 2 മണിക്കൂറിനടുത്ത് ഫെറി റൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവർ നേരെ ഫെറീൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് പിന്നെ നമ്മൾ ഫെറിയിലായിരിക്കും പോകണ്ടാവുക. ഓക്കെ, നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട വാക്കിംഗ് സ്ട്രീറ്റ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? രാവിലെ ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അവസ്ഥ. നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിന് അകത്ത് കൂടെയാണ്. രാത്രി ആയി കഴിഞ്ഞ് ഓണായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടികളും കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് പെർമിറ്റഡല്ല. അപ്പോൾ രാവിലെ നമ്മൾ ഈ വഴിയാണ് നമ്മളെ കോറൽ ഐലൻഡിലേക്ക് പോകുന്ന ബോട്ട് കയറുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഇപ്പം ഫുള്ള് എല്ലാ ഷോപ്സും ആണ്. നമ്മൾ ഇവിടെ എത്തി. ഏതോ ഒരു പുള്ളിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കട്ടെ. ഇത് നമ്മുടെ ആക്ച്വലി വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ നേരെ അപ്പുറത്തെ സൈഡാണ്. അവിടെയാണ് നമ്മൾ ഇന്നലെ കണ്ട പട്ടായ സിറ്റി എന്നൊക്കെ എഴുതിയ സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മളെ കാണിച്ചു തരാം. ഇവിടെ ആരെയോ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അയാളെയാണ് തോന്നുന്നത്. അല്ലല്ല, വേറെ സ്റ്റാഫുണ്ട്. Hello, follow me. Hello, ya tu pesan ni sir? Yes. Abhi ye unka check karo. Yeah. Okay, so now let's go follow the shipment. Okay. ഏതാ പറഞ്ഞേ? ആ, നമ്മൾ ഇവിടെ നിന്നാണ് ഫെറി തുടങ്ങണേ. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോവാം. ഇതിനകത്ത് ഒരുപാട് സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫുകളാണ് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ലൈനിൻ്റെ ബാക്കിലെത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈനിൻ്റെ ബാക്കിലെത്തി. നല്ല ചൂടും നല്ല വെയിലും ഉണ്ട് കേട്ടോ. എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം. ഇതൊരിക്കേ ഇവിടുന്ന് ഫോട്ടോ എടുക്കണം. ഇൻഷുറൻസ് ആണെന്നാണ് പറയുന്നത്. ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. യാ പുള്ളിയാണ് നമ്മളെ ഗൈഡ് ചെയ്യണത്. പുള്ളിയെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്. നേരെ നമ്മുടെ ഈ ലൈനിൻ്റെ ബാക്കിലേക്ക് നിൽക്കാനാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മുടിഞ്ഞ വെയില കേട്ടോ, നല്ല വെയില. ഇപ്പം ഒരു സൂര്യനൊരു കാർമേഘത്തിൻ്റെ ഗ്യാപ്പിൽ ഉള്ളിൽ കയറിയതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ ബാക്കി ഭയങ്കര വെയില. ഇല്ലമ്മോ, നമ്മൾ ഇവിടെ എത്തിയിട്ടോ. ജെട്ടിയിലെത്തി. പോർട്ടിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ബോട്ട് വരിക. ഒരുപാട് പേരുണ്ട് കേട്ടോ. പേരുള്ളതൊക്കെ നമ്മൾ ഈ ലൈന് മൊത്തം മലയാളികളാണ് തോന്നുന്നു. എവിടെ പോയാലും മലയാളീസ്. ഈ സൈഡ് നമ്മൾ പട്ടായൻ്റെ സിറ്റിയാണ്. ഈ സൈഡിലേക്ക് കംപ്ലീറ്റ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് വന്ന ബീച്ച് റോഡും
അത് കഴിഞ്ഞ് നേരെ നമ്മളെ ഒരു ജൈൻറ്റ് വീൽ ഫസ്റ്റ് കാണിച്ചിട്ടില്ല, അതാണ് അവിടെ കാണുന്നത്. അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ആക്ച്വലി ഒരു സ്പീഡ് ബോട്ടാണ് കേട്ടോ. നമ്മൾക്ക് എവിടെയെന്നല്ല, ഇങ്ങനെ ഒരുപാട് പോർട്ടുകൾ ഉണ്ടാക്കി വെച്ചു, കുഞ്ഞു കുഞ്ഞു പോർട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ബോർഡ് ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞേക്ക് വന്ന ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ എങ്ങാണ്ടോ ഡ്രൈവ് ഉണ്ടായിരിക്കും, ബോട്ടിലുണ്ടായിരിക്കും അങ്ങോട്ടേക്ക്. പക്ഷേ അവിടുത്തെ വെള്ളം കാണിച്ചു തരാം കേട്ടോ. ഒരു പച്ച കളർ വെള്ളം മൊത്തം. ഇവിടുന്ന് അടിയിലേക്ക് നോക്കിയാലൊന്നും കാണില്ല കേട്ടോ, നമ്മൾ പറഞ്ഞ പോലെ. അത് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ആ ബീച്ച് സൈഡിലേക്കൊക്കെ എങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് ബീച്ചിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, കാല് കണ്ടോ അതിനകത്ത് മൊത്തം നമ്മളെ ഈ കക്ക പോലുള്ള സംഗതികൾ പിടിച്ചിട്ട്. ഇവിടെ വലിയ ആഴമില്ല എന്ന് തോന്നണു. ആ സ്റ്റെപ്പൊക്കെ ഉണ്ടാകാറില്ലേ അവിടെ. നമ്മള് 2 ആളായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, ബാക്കി ഒരു ഗ്രൂപ്പാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മള് 2 ആളായതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് കയറ്റി വിട്ടു. താങ്ക് യു. കാണിച്ചു തരാം. നമ്മൾ ഒരു പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അതാ നമ്മൾ നല്ല വീഡിയോ എടുക്കലാട്ടോ, പൊളിക്കും. ഇത് ആക്ച്വലി ഒരു ഫ്ലോട്ടിങ് ഒരു പോർട്ടാണ് തോന്നുന്നു, ചെറുത്. ഇത് അടിയിൽ സ്റ്റാൻഡൊന്നുമില്ല, വെള്ളത്തിൽ ഇങ്ങനെ ഇതായി കിടക്കുന്ന. നമ്മളടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് ആടുണ്ടല്ലേ നല്ലോണം. നല്ല വെയിലാട്ടോ, സത്യം പറയാലോ, ഭയങ്കര വെയിലാ. നമ്മളിപ്പം ഇങ്ങനെ നിൽക്കണ നോക്കണ്ട, ഒന്നാമത് വേർപ്പ് വലിച്ചിട്ടേ. ഞാൻ ആക്ച്വലി കയ്യില്ലാത്ത ഒരു ഇതായിട്ടിരിക്കും. നല്ല പൊള്ളണ വെയിലാ. നമ്മളെ വണ്ടി വന്നു, വീണ്ടും മുന്നിലേക്ക് നടക്കാൻ പറഞ്ഞു. വരുന്നതാട്ടോ നമ്മുടെ വണ്ടി. ഇതിനകത്തായിരിക്കും മിക്കവാറും നമ്മൾ പോയിട്ടുണ്ടാവും. ഇപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണല്ലേ, വേർപ്പൊലിക്കുന്നുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഓരോരുത്തരായിട്ട് ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുക. എത്ര വേർത്താലും നമ്മളിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ശരിയാവും അല്ലേ? എത്ര വേർത്താലും തായ്ലൻഡിലാണ് നിൽക്കണമെന്ന് ആലോചിച്ചാൽ മതി. അതെ, നല്ല ആട്ടുണ്ടല്ലോ അതിന്. അയ്യോ, ബോട്ട് നല്ല ആടുണ്ട് പറയാം. എങ്ങനെയാട്ടോ കയറാൻ കുറച്ച് ടാസ്കാന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ കയറി നോക്കാം. നല്ല ആട്ടുണ്ട് കേട്ടോ. നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്താ പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് തോന്നുന്നു അങ്ങോട്ടേക്ക് എത്താൻ. നമ്മളെ ബോട്ടിലെ വീട് കൂടി നല്ല പോക്കാം. നമ്മളെ ഇപ്പോൾ ബോട്ടിൻ്റെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തി. ഒരു 2 മിനിറ്റ് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് കാണാം, സിറ്റി ഇവിടുന്ന് കാണാം. അപ്പോൾ അവിടുന്ന് നമ്മളിനിപ്പം ഇവിടെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് അവിടെ ഇരിക്കാം. അതാണ് നമ്മളിപ്പോൾ തൽക്കാലം വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലോ. ഇതുകൊണ്ട് ഇറങ്ങലാണ് ചടങ്ങ്. നല്ല ഇളക്കമാണ് ബോട്ട്. നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ ഞാനും എല്ലാം താഴെ ഇരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ സ്ഥലം. ഇതാ പോണണ്ട.
ഇതിൻ്റെ ഓരോ ആക്ടിവിറ്റീസിനും ഇതേപോലെ വെള്ളത്തിൻ്റെ സെൻറ്ററിലൊരു സംഗതി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇതിപ്പോൾ ഓരോ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ ഇതൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന് തോന്നുന്നു. വീട്ടിൽ അതിനാവശ്യമുള്ളവർക്ക് മാത്രം ഇത് ചെയ്യാം, അല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെയായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ പാരാസൈലിംഗ് മാത്രമേ ഉള്ളൂ നമ്മൾ എത്തിയ സ്ഥലത്ത്. നമ്മളെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ പാരാസൈലിങ്ങിന് പോകുന്ന സമയത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക ചെയ്യേണ്ട. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബോട്ട് വരും. ആ ബോട്ടിൽ പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതേപോലെ തന്നെ നമ്മളെ ഓരോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ ഒരു സാധനം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പാരാസൈലിങ്ങിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത സ്ഥലങ്ങളാണ്. ഇതേപോലെ ഇനി അടുത്ത ആക്ടിവിറ്റീസ് അണ്ടർ വാട്ടർ വാക്കിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് ഓരോ സ്ഥലത്ത് പോയി നിന്ന് വെയിറ്റ് ചെയ്ത് നമ്മളെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ ഈ ഐലൻഡിൽ എത്തുള്ളൂ. ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ബോട്ടിൽ ഐലൻഡിലേക്ക് മാത്രമുള്ളവരെ വിടുമെന്നുള്ളതും അറിയില്ല എന്താണെന്നുള്ളത്. ഇവിടെ നമുക്ക് റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് കടകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതേ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇതല്ല നമ്മളെ ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കും. ഇവിടെ നമുക്ക് ഇളനീരൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയൊരു സംഭവം അതാണ്. കാരണം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇളനീര് കിട്ടും. അത് ദാഹിച്ച് പൈസ കൊടുക്കട്ടെ. 80 ബാത്താണ് ഇപ്പം ഇവിടെ കൊടുത്തത്. എന്നാൽ അതിപ്പോ നമ്മള് പോകുന്നതിനനുസരിച്ച് ഐലൻഡിലൊക്കെ വില കൂടുതലാന്ന് തോന്നുന്നുണ്ട്. അല്ല നമ്മൾ ഓരോ നാട്ടിൽ 250 രൂപയാ. ഇതിപ്പോ ഇങ്ങനെ ഓരോരോ ബോട്ടായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക അവിടെ. ഞാനേ നമ്മളെ പാരാസൈലിങ്ങിന് പോകുന്ന ടീംസിന് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നതിന് കുഴപ്പമുണ്ടാവും തോന്നണില്ല. എല്ലാവരും ചോദിക്കുന്നത് അണ്ടർ വാട്ടർ വാക്കിംഗ് നടന്നുകൂടെ ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മളിത് അണ്ടർ വാട്ടർ വാക്കിംഗ് അല്ല, നമ്മൾ സ്കൂബിയും സ്നോർക്കലിംഗ് ഒക്കെ നമ്മൾ ഹണിമൂൺ നമ്മൾ ബാലി പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ നമ്മൾ ക്യാഷ് വെറുതെ ഇവിടെ നിന്ന് ചിലവാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഇതിപ്പോൾ ഒരാൾ ലാൻഡ് ചെയ്തുട്ടാണ്. ഇനി ചിലപ്പം അടുത്തൊരു ടേക്ക് ഓഫ് വരും. ഇപ്പോൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാള് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരണം. ഇവിടെ എത്ര ആളുകളുണ്ട് കേട്ടോ. അവിടെ സേഫാണ്, കംപ്ലീറ്റ്ലി സേഫാണ്. ഇത്രയും സ്റ്റാഫ് ഉണ്ട്. അവിടെ അടുത്ത ആളെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ പോകും. യെസ്, പെട്ടെന്ന് കേട്ടോ. നമ്മളിത് ഈ ഗോവയിലൊന്നും കാണുന്ന പോലെ നമുക്കിപ്പം ഇത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത് ഗോവയിലും പിന്നെ അതുപോലെ തന്നെ കോവളം അവിടെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്ര ഹൈറ്റിലൊന്നും പോകണ്ടാവില്ല കേട്ടോ. അവര് ഇത് നല്ല ഹൈറ്റിലാണ് പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞു. നമ്മൾ ബാക്കിയുള്ള ഗ്രൂപ്പൊക്കെ എനിക്ക് തോന്നുന്നത് ഒരൊറ്റ സെയിം ബോട്ടിലല്ല പോകണം കേട്ടോ. ഓരോ ബോട്ട് മാറി മാറി പോകുന്നുണ്ട്. നമ്മളെ ബാക്കിയുള്ള ടീംസൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് വേറെ ബോട്ട് പോകുന്നുണ്ട്. ഇപ്പം വരുന്ന ബോട്ട് അനുസരിച്ച് ആളുകളെ കയറ്റി വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വെയിലിന് ചൂടിന് ഇപ്പം ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ചൂടിന് ലേശം കുറവുണ്ട്. നമ്മുടെ കയ്യിനകത്ത് ഇവിടെ ഒരു കോഡ് എഴുതി തന്നിട്ടുണ്ട് അവർ. ഇവരതാണ് ചോദിക്കുക. അപ്പോൾ ഈ കോഡിനനുസരിച്ചായിരിക്കും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവരിങ്ങനെ എഴുതിയെടുക്കുന്നതാണ് നമ്മളെ ഓരോ എത്ര ആളുകളുണ്ട്, ഏതാണ് ഹോട്ടൽ എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളെ ബോട്ട് വരും. ബോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ അതിനകത്ത് കയറിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകും. ചിലപ്പം നമ്മളെ ഡയറക്റ്റ് കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. അവർ പറഞ്ഞ വെച്ചാൽ ഡയറക്റ്റ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാം എന്നതിനെ പോകണമെന്നുള്ള. ചിലപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ആയിരിക്കും പോകുന്നത്. Saman chopper le lo. Don't forget anything. Okay? Okay. Only sit man over there. Okay? Okay. Thank you. I love you. I love you too. എന്തോ മനസ്സിലാവാത്ത ഭാഷയിൽ അയാളൊരു കോമഡി അടിച്ചു ചിരിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ബോട്ടിനകത്തോട്ട് കയറാണ്. യെസ്. ഇവിടെ ഇരുന്നോ, കയറി ഇരുന്നോ. ഞാൻ പോവാം. ഇപ്പം നമുക്കേ കുറച്ചൊന്ന് മുന്നിലേക്കായി പോകെ. നമ്മൾ ബോട്ടിന്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ഇളകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ട്. ഉള്ളിരുന്നു, അവിടെ ഇരുന്നു. ഞാൻ എനിക്കൊരു സീറ്റ് പിടിക്കും. ഇതാ വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് കാണാം. ഓക്കെ.
ബോട്ടിന്റെ ഫ്രണ്ടിലെ ഭയങ്കര വില. ഇവിടെ ആകുമ്പോൾ നമുക്കിതാ ഷെയ്ഡും കാര്യങ്ങളും ഉണ്ട്, നമ്മളതിനകത്തായിരിക്കാം. എന്തായാലും നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. രണ്ട് സൈഡിലും ഈ ജാക്കറ്റിൻ്റെ മേലെ ഓപ്പൺ ആണ്, പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും സൂപ്പറായിരിക്കും. വെയിൽ കൊണ്ടിട്ട് ആകെ ക്ഷണിച്ചു പോകും. പോണ വഴി ഇപ്പോൾ ഇവിടെ അണ്ടർ വാട്ടർ വാക്കിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിർത്തി അല്ലാത്ത ഐലൻഡ് കൊണ്ടുവിടുന്ന പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ബാക്കിയുള്ളവരൊക്കെ അണ്ടർ വാട്ടർ ചെയ്യാനുള്ളവരൊക്കെ റെഡിയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ഇറങ്ങി നേരെ താപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് നേരെ മുട്ടപ്പുറത്ത്, അപ്പോൾ അവിടേക്ക് പോയി അത് കഴിഞ്ഞാൽ നമ്മളെ നേരെ ഐലൻഡിലേക്ക് വിടുന്നതാണ്. മനസ്സിലാവാത്ത ഭാഷയിലെങ്കിലും ഒരു പറഞ്ഞത് ഐലൻഡ് ഖോലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഐലൻഡിലെത്തി. ഇതാണ് നമ്മളെ ഐലൻഡ്. ഇതാണ് നമ്മളെ ഐലൻഡിലേക്ക് ബോട്ട് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഒരു ഇത് കണ്ട മേലെ കാണുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ ഒരു വലിയൊരു സ്വർണത്തിന്റെ തല ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാട്ടോ സൈഡിൽ. അല്ലേ ഇവിടെ ആ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജെറ്റ് സ്കീ കാര്യങ്ങളൊക്കെ. നമുക്ക് ഇറങ്ങാൻ പോകും. ചാടിക്കോ. നല്ല സൂപ്പർ വെള്ളം കേട്ടോ. കണ്ട ഇതിൻ്റെ അടി വരെ കംപ്ലീറ്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോറൽ ഐലാൻഡ്. ജസ്റ്റാണ് നമ്മളെ ഗൈഡ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാധാട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ആ മുട്ടത്തല, ആ സ്വർണത്തിൻ്റെ അത് അവിടെ പോയി നോക്കാം. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, കംപ്ലീറ്റ് ഇന്ത്യക്കാരാ. നമ്മൾ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു നോർത്തിലൊക്കെ പോയാൽ അവസ്ഥയാണ്. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ സ്കൂട്ടർ എടുക്കണ്ടെന്ന് വെച്ചു. കാരണം എവിടെ പോയി കഴിഞ്ഞാലും വെയിലാണ്. അപ്പോൾ കുറച്ച് ബീച്ച് വൈബ്സൊക്കെ ആസ്വദിക്കാന്നുള്ള ലെവലാണ് നിങ്ങൾ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ലഞ്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇല്ല, ആക്ച്വലി ഇവിടുന്ന് 12 മണിയാകുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 12:15 ആകുമ്പോൾ തിരിച്ച് പട്ടായ ബീച്ചിലേക്ക് പോകും. അങ്ങനെ പട്ടായ ബീച്ചിൽ നിന്നായിരിക്കും പിന്നെ നമ്മുടെ ലഞ്ച് ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. നമ്മളിങ്ങനെ കടലിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇതുണ്ടാ കാണുന്നുണ്ടല്ലോ. അവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തീരെ അവിടെ കരയുടെ തൊട്ടടുത്താ. കിട്ടിയാൽ അറിയില്ല. ഇപ്പം നമ്മൾ നടക്കുന്നുണ്ടല്ലോ, ലിറ്ററലി ഒരു വൈറ്റ് സാൻഡ് പോലെ. വെള്ളമൊക്കെ നല്ല അടിപൊളി കളറ് വെള്ളം. അവിടെ നല്ല എന്താ പറയുക, പച്ചയും നീലയും കൂടി കളർന്ന നല്ല ഫുൾ ട്രാൻസ്പെറൻറ്റ് വെള്ളം, സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ. പിന്നെ അങ്ങോട്ടേക്ക് ഡീപ്പ് ആവും കേട്ടോ. അങ്ങോട്ടേക്കൊരു ഡാർക്ക് ബ്ലൂ കളറിൽ ഡീപ് സീ ആകുമ്പോഴേക്കും അത് ഡാർക്കായിരിക്കും. ഫ്രണ്ടിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ട്. അവർ കൊണ്ടുപോയതാ ഇവിടെ എത്തി. 1 മിനിറ്റ് ഇവിടെ തള്ളത്ത് വെക്കാനാണ് പറഞ്ഞത്. അത് നമുക്ക് ഇവിടെ പർപ്പിൾ സീറ്റ്സിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലല്ല, ഇവിടെ ഫ്രണ്ടിലുള്ള സ്ഥലത്ത് ഇതാകുമ്പോൾ ഇരിക്കണമല്ലേ, ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് നേരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ബീച്ച് വ്യൂ ആണ് കേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. അതായത് നമ്മളെ ഇരിക്കുന്ന സ്ഥലത്തിനകത്തൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടെ നല്ല അടിപൊളി മാംഗോ ജ്യൂസ് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ സ്കൂട്ടർ ഉണ്ടല്ലോ,
ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാം. അങ്ങനത്തെ ബഗ്ഗികളൊക്കെ ഉണ്ട്. ഇതേ പോണേ ഇതൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാം കേട്ടോ. നമ്മൾ പോയിട്ട് മാംഗോ ജ്യൂസ് കിട്ടും. അവിടുത്തെ മാംഗോ അടിപൊളിയെന്ന് കേട്ടിട്ടുണ്ട്. കണ്ടില്ലേ മാംഗോ, ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയായിരിക്കും. നമുക്ക് ഇവിടെ എല്ലാ ഫ്രൂട്ട്സും സെറ്റ് ചെയ്യുന്നുണ്ട്. മാംഗോ മതി, മാംഗോ മതി. ഗൈസ് പണിപാളി ഗൈസ്. മാംഗോ എസൻസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? ആണോ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിത് കുടിക്കട്ടെ. കള്ളത്തിരുന്നിട്ട് കുടിക്കാൻ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ കോറൽ ഐലൻഡിൽ വരുന്നവർക്ക് ഇതൊരു റോഡ് സൈഡിൽ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് ഫുഡും കഴിക്കാം. മെനു നേരെ പുറത്തുണ്ട്. മെനു ഒക്കെ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് കഴിക്കാം. പിന്നെ വെള്ളം കുടിക്കാം, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതിന് മെയിനൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു 100 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലോക്കർ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ ലോക്കർ കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും പിന്നെ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. ഇവിടെ വന്ന് ബീച്ചിലെ ആക്ടിവിറ്റീസും ബീച്ചിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിനകത്ത് ഇവിടെ ഉണ്ട് ഇതാ ഒരു ചോക്കുൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ QIT എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ ക്വാളിറ്റി ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി. അതായത് ഇവരുടെ നമ്മളിപ്പോൾ വന്ന ഗൈഡും നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇല്ല, അവരൊക്കെ QITൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാം. ഇവിടെ നിന്ന് നല്ല റേറ്റ് കുറവിൽ നമുക്ക് സംഗതികളൊക്കെ നമ്മളത് കിട്ടും. ഈ ഡ്രിങ്ക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന്. നേരെ തൊട്ടപ്പുറത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് വന്നിട്ട് നമ്മൾ തായ്ലൻഡിൽ എവിടെ പോയാലും ഇന്ത്യ കാണാം കേട്ടോ. ഇന്ത്യൻ ഫുഡ്, ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് എല്ലാം കാണാം. അവിടെ ഇന്ത്യക്കാർ ഭയങ്കര ഇൻഫ്ലുവൻസാണ്. എല്ലാ തായ് ടൂറിസ്റ്റ് ആൾക്കാരും ഹിന്ദി സംസാരിക്കും. അതാണ് കോമഡി. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സമയം 12 മണിയായി. 12:30ക്കും 12:45 ആയിട്ടാണ് ഇവർ തിരിച്ചു കൊണ്ടുപോകുക. അവിടുന്ന് മാക്സിമം ഒരു അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ നമ്മൾ തിരിച്ച് പട്ടായ ബീച്ചിലേക്ക്. അവിടെ നിന്നാണ് ലഞ്ച് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ അത് ലഞ്ചും ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതിൻ്റെ വാഷ്റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കട്ടെ. പക്ഷേ വാഷ്റൂമിൻ്റെ ചോദിച്ചപ്പോഴും ഇവിടെയാണ് കിട്ടുന്നത്. ഈ 999 ഈ ബാക്കിൽ കാണുന്ന ഈ സ്ഥലത്താണ് വാഷ്റൂം ഉള്ളത്. 999 മാത്രമേ മനസ്സിലാവുള്ളൂ. ബാക്കി കുറച്ച് ചൈനീസും പിന്നെ ബാക്കി തായിയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് 10 ബാത്താണ് ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാഷ്റൂം യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 10 ബാത്ത് പറഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം 30, നമ്മുടെ നാട്ടിലെ 30 രൂപേൻ്റെ അടുത്ത് വരും. കയറുമല്ലേ ഇവിടെ ഒരുപാട് സീ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ട്. അതുണ്ടല്ലേ രണ്ട്, പിന്നെ വലിയ പിന്നെ കൂന്തലുണ്ട്. വേറെ ഏതോ വലിയൊരു മീനോട് ഇരിക്കുന്നുണ്ട്. എൻ്റെ പേരെനിക്ക് അറിയാം. നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിനകത്ത് കയറി. ഇതിനകത്ത് ടോയ്ലറ്റ് എന്നുള്ള ബോർഡ് കണ്ടെടുത്തേക്കാട്ടോ പോകുന്നത്. ഷവറുണ്ട്. ഷവർ ചെയ്യാൻ 40 ബാത്താണ്. നമുക്ക് കടലിലെ ബീച്ചിലൊക്കെ പോയിട്ട് ആകെ ഇതായി കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു ഷവർ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അതായത് 40 ബാക്കിൽ എഴുതിയിട്ടുണ്ട്. 40 ബാത്താണ് നമുക്ക് ഇത് വരുന്നത്. ടോയ്ലറ്റ് ഉപയോഗിക്കാൻ 10 ബാത്താണെന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കട്ടെ. ഏകദേശം ഇപ്പോൾ വാഷ്റൂം പോകാൻ 10 ബാത്താണ്. താങ്ക് യു. 50 ബാക്കി 90 ബാക്കി കേട്ടോ. സമയം ഇപ്പോൾ 12:30 കഴിഞ്ഞ് 12:45 ആകുമ്പോഴേക്കും നമ്മുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലമല്ലേ, അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടില്ലേ ഒരുപാട് ആളുകൾ ആ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകണ്ട. അപ്പോൾ നമുക്ക് ഏകദേശം ഇതവിടെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഏകദേശം നമുക്കും പോകാനുള്ളൊരു ഇതായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അധികവും ഈ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മളധികം ഇവിടെ നല്ലൊരു റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം പിന്നെ നേരത്തെ കഴിച്ച മാംഗോ പാളി. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കിത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഭയങ്കര വിൻഡാണ്. എത്രത്തോളം വോയിസ് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ അസംബ്ലി പോയിന്റിൽ എത്താൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നേരെ
പട്ടായ ബീച്ചിലേക്ക് തന്നെയാണ് പോകണം. അവിടെയാണ് ലഞ്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഞ്ച് ടിക്കറ്റിനകത്ത് വരുന്ന കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതെടുത്ത് വരുന്നുണ്ട്, ടിക്കറ്റ് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ലഞ്ചും ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ സ്കൂട്ടറിൻ്റെ റേറ്റ് ചോദിച്ചപ്പോഴും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് അവർ പറയണത്. അപ്പോൾ പിന്നെ നമ്മളത് അങ്ങനെ വേണ്ടാന്ന് വെച്ചതാണ്. എന്തായാലും ഇത് കറങ്ങാനുള്ളത് തന്നെ ആകെ ഈ രണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ അവിടെ ഒരു വലിയൊരു മുട്ടത്തല, ഗോൾഡൻ മുട്ടത്തല കാണുന്നുണ്ട്. അത് രണ്ടും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ കാണാനില്ല എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്.ปิดท้ายมานะไม่เป็นไรมี2 อัน ओके ओके चल 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 तो दिखा नहीं रहा फॉलो कैसे करें. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് പോവാണ്. നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട്. ഇനി സ്ട്രൈറ്റ് ടു പട്ടായ ബീച്ച്. ഇനി പോണ വഴി എവിടെയും സ്റ്റോപ്പില്ല, നേരെ പട്ടായ ബീച്ചിലേക്ക് തന്നെയുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കോറൽ ഐലൻഡിലേക്ക് വരുമ്പോൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ആക്ടിവിറ്റി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ തിരിച്ചു കൊണ്ടുവരില്ല. ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങോട്ട് എത്തുക ചെയ്യാം. അപ്പോൾ ആ പോരുന്ന വഴി ഓരോരോ സ്റ്റോപ്പ് എടുത്തിട്ട് അവർ അത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ പാരാസൈലിംഗ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പാരാസൈലിംഗ് വേണ്ടെന്ന് തോന്നിയിട്ട് പിന്നെ വേണമെന്ന് തോന്നിയിട്ട് കാര്യമില്ല. അതവിടെ നിന്ന് ബോട്ട് വിട്ട് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കോറൽ ഐലൻഡിൽ നിന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും എവിടെയും ആക്ടിവിറ്റീസിനും സ്റ്റോപ്പ് ഉണ്ടാവില്ല. One line. Nice. Like you, sir. Welcome to Thailand. Yes, thank you. അതെ അപ്പോൾ നമ്മളെ ബോട്ട് നമ്മളതാക്കിയോ ലൈൻ നിർത്തിയിരിക്കുകയാണ്. ബാക്കിലാണ് ഇത്ര ആളുകളുണ്ട്. നമ്മളെല്ലാവരും കൂടി How many person? 2 person. Few number. അപ്പോൾ നമ്മളെ ലൈൻ നിർത്തിയിരിക്കുക. ഇവിടുന്ന് നേരെ ബോട്ട് വരണം. ബോട്ട് റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ആ ബോട്ടിലായിരിക്കും മിക്കവാറും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് പേരെ ലൈൻ നിർത്തിയവരുണ്ട്. അവരെ അതിനകത്തോട്ട് കയറ്റും. എന്നിട്ട് നേരെ ബീച്ചിലേക്ക്, ഈ പട്ടായ ബീച്ചിലേക്ക്. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് ഇറങ്ങി അതേപോലെ തന്നെ വേണം കയറാൻ. അത്രയും ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ബോട്ട്. ഇതിനകത്ത് കയറിയിട്ട് പോവാം. നമ്മളിവിടെ എത്തിയിട്ടോ. തിരിച്ച് വരുന്ന വഴി നല്ല അടിപൊളി തിരയായിരുന്നു. ബോട്ടൊക്കെ നമ്മൾ തിരയിൽ അടിച്ചിട്ടുണ്ടല്ലോ. ബോട്ട് അങ്ങോട്ട് തിരിയുക അങ്ങോട്ട് തിരിയുക. പിന്നെ അതേമാതിരി തിരയൊക്കെ അടിയിൽ വന്ന് അടിക്കുമ്പോഴല്ലോ നമ്മൾ ഇരിക്കുന്നിടത്ത് ചാടിപ്പോകും. അങ്ങനത്തെ തിരയായിരുന്നു. പിന്നെ രസമായിരുന്നു കേട്ടോ. മൊത്തം ഒരു അഡ്വഞ്ചർ റൈഡായിരുന്നു. തിരിച്ചായിരുന്നു ഒറ്റ സ്ട്രെച്ച് ഇങ്ങോട്ട് വന്നല്ലേ. പിന്നെ ഈ ലഞ്ചും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കണമെന്നുള്ളത് നോക്കാം. അതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നമ്മൾ കയറിയവിടെ തന്നെ കേട്ടോ ഇറങ്ങി. വേറെ ആ സൈഡിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാ കയറാൻ പോകണം. ഇതാണ് നമ്മൾ ക്യൂ നിന്ന് ഫസ്റ്റ് വന്നപ്പോൾ ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതാണ്. ഇതൊക്കെ ഫ്ലോട്ടിങ് പോർട്ടാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ഇത് നോക്കി ഇതുണ്ടാവും സ്റ്റെപ്പ് അടിയിലേക്ക്. ഇതൊക്കെ മറ്റേ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ ഈ കക്ക സാധനങ്ങളൊക്കെ ഇല്ലേ ഒട്ടി പിടിക്കണേ, അതൊക്കെ നല്ലോണം ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും പട്ടായ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ലഞ്ചിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം എങ്ങനെയാണെന്നുള്ള. ഒരു ഗൈഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുമായിരിക്കും എങ്ങനെയാണ് ലഞ്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഇവരുടെ ഈ ബോട്ടിലുള്ളതും അതേപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ്. ആളുകളെ ചീത്ത പറയാൻ വെറുതെ, ആളോട് റാഷായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണ കുറേ ആളുകളുണ്ട്. പക്ഷെ ഒരു 50% ആളുകളേ ഉള്ളൂ, ബാക്കിയൊക്കെ നല്ല ആളുകൾ തന്നെയാണ് എല്ലാവരും. ലേഡീസൊക്കെ നല്ലതായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ വെറുതെ വന്നിട്ട് അവൾക്ക് ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ അതിനൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഇരിക്കാൻ പറയുക.
അപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ കേട്ടോ, ഞങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് നിർത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷം എണീറ്റ് കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ നിൽക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോട്ടാണ് ഫ്രണ്ടിലേക്ക് എടുത്തു. നമ്മൾ വീഴാൻ പോണ പോലെ അങ്ങനെയുള്ള കുറേ ആറ്റിറ്റ്യൂഡുള്ള കുറേ ടീമുകളുണ്ട് ഇവിടെ. അതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കോറൽ ഐലൻഡ് അടിപൊളിയായിരുന്നു. ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഡെയിലി വരുന്നതിൻ്റെ കുറേ ചിലപ്പോൾ അഹങ്കാരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മളിപ്പോൾ എന്തായാലും അവിടെ പോയി കണ്ട് പോരാന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോയതല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തി. ഇനി നമ്മൾ ലഞ്ച് കാര്യങ്ങൾ എവിടെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ 2 പേരുള്ളതുകൊണ്ട് എന്താ നല്ല കുറച്ച് സ്ഥലത്ത് പ്രയോറിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഇതാവുന്നതനുസരിച്ച് ഫില്ലാവുന്നതിനനുസരിച്ച്. അപ്പോൾ 2 ആൾക്കാർക്ക് ഒരു സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. കേട്ടെ പുറത്തിറങ്ങി ലഞ്ച് ഇതാ ഈ ഹോട്ടലാണ്, മൈൻഡ് റിസോർട്ട്. ഇവിടെയാണ് വാ, ഇവിടെയാണ് ലഞ്ച്. ഇതാണ് ആ ഹോട്ടലിൻ്റെ ഡൈനിങ്. നമ്മളാ വാൻ ഫോട്ടോ, നമ്മളെ പാരാസെയിലിംഗ് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത ആളുകളില്ല, അവരുടെ ഫോട്ടോസാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. Not copy, huh? Not copy. അപ്പോൾ അവരുള്ള ആൾക്ക് ഫോട്ടോ വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുക എന്നുള്ളതിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾ വന്നിട്ട് നോക്കിയിട്ട് മേടിക്കുകയാണ് ചെയ്യുക. നമുക്ക് ലഞ്ച്, ലഞ്ച് ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് ലഞ്ചിന് നമുക്ക് അപ്പുറത്തെ സൈഡിലാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ഇന്ത്യൻ ഫുഡ് എവിടെ പോയാലും ഇന്ത്യ. നമ്മൾ ആക്ച്വലി തായ്ലൻഡിൽ വന്നാന്ന് തോന്നില്ല കേട്ടോ. ഈ പാക്കേജ് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്നതും ബുക്ക് ചെയ്യുന്നതൊക്കെ പല പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ കംപ്ലീറ്റ് പാക്കേജ് എടുത്ത ടീമുകളുണ്ടായിരിക്കും. പിന്നെ പാക്കേജ് അതല്ല, മൊത്തം കേരളയിൽ നിന്ന് പാക്കേജ് എടുത്ത് വന്നവർ, നോർത്ത് ഇന്ത്യയിൽ നിന്നെല്ലാം പാക്കേജ് എടുത്ത് വന്നവരായിരിക്കും. അങ്ങനെയുള്ള കോമൺ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലഞ്ച് വരെ അറേഞ്ച് ചെയ്യുള്ളൂ. ഇനി ഒറ്റയ്ക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ട്രീറ്റ് ഫുഡും തായ് ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇനി എന്തായാലും ലഞ്ചിനുള്ള പരിപാടിയായി. നോക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിന്നർ കുസീനിലുള്ളത്. ഇവിടെ ഒരു ചിക്കൻ കറി ഉണ്ട് കേട്ടോ, അതുകൂടി നമുക്ക് എടുക്കാം. ചിക്കൻ കറി ഉണ്ട്. ഐലൻഡിലെ ചിക്കൻ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ബാക്കി നമ്മളെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്കിനി ബാക്കിയുള്ളത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് നമ്മളെ പാറ്റ, പല്ലി, കൂറ, മുതല ഇങ്ങനെയുള്ള എല്ലാ സംഗതികളെയും കഴിക്കാനും കിട്ടും. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ട്രൈ ചെയ്യില്ല, പക്ഷേ മുതലിറച്ചി ട്രൈ ചെയ്യണമെന്ന് എനിക്ക് പണ്ടേയുള്ളൊരു ആഗ്രഹമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ പല്ലി, പാറ്റ, കൂറ ഈ സംഗതികളൊന്നും നമുക്ക് കിടക്കില്ല. ലഞ്ച് കഴിച്ചു കേട്ടോ. ലഞ്ച് അടിപൊളി ലഞ്ചായിരുന്നു. നമ്മളെ ഞാൻ കാണിച്ചതില്ലേ, എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലഞ്ച് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളെ വാന് വരണം. നമ്മളിവിടെ ലോബിയിൽ വെയിറ്റ് ചെയ്യണം. ഇത് നമ്മളിവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലം. ഒരു സാധനം ഞാൻ കാണിച്ചാൽ അത് അങ്ങോട്ട് നോക്കൂ. ഭാരത് മാതാ കി ജയ്. ഇത് ഏതോ ഇന്ത്യക്കാരൻ്റെ റിസോർട്ടാണ്, മൈൻഡ് റിസോർട്ട് എന്നാട്ടോ പേര്. ലഞ്ച് സൂപ്പറായിരുന്നു. ഇന്ത്യക്കാരാണെങ്കിലും നമ്മളെ എല്ലാ ഫ്ലേവേഴ്സൊക്കെ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നാമത് കോഴിക്കോട് നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഫുഡ് പിടിക്കില്ല. നമ്മൾ അവിടെ നിന്ന് കഴിച്ച് വരുന്നുണ്ട്.
അപ്പോൾ ഇത് കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. നല്ലൊരു ഡിന്നർ, ലഞ്ചായിരുന്നു. നമ്മളെ വണ്ടി വന്നു, സെയിം വാൻ, ഗോയിങ് ടു ദ ഹോട്ടൽ. അപ്പോൾ ഇനി ഹോട്ടലിലെത്തിയിട്ട് കാണാം.